യഥാർത്ഥത്തില് വീഡിയോകളിൽ പലപ്പോഴും പുളിച്ചോട് ഉസ്മാനും കൊമ്പങ്കാട് കോയും രണ്ട് ചേരിയിലായിരിക്കും ഉണ്ടാവുക. എന്നാലും ലൈഫിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മള് കോയന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നമ്മൾ നാലാൾ അറിഞ്ഞു തുടങ്ങിയത് അല്ലേ. അതിന് കുഞ്ഞാപ്പൂനും കോയക്കൊക്കെ പ്രത്യേകം നന്ദി പറയണം. അതിന് രസമുണ്ട്. അതിന്റെ പേരിൽ എന്റെ കുട്ടികൾ വരെ ചിലപ്പോ ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുള്ളതേ ആരെ കൂടെയെന്നറിയോ? എല്ലാവർക്കും അറിയാലോ, ഇന്ന് മലബാറിൽ നല്ല കേരളത്തിൽ തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഏത് വിഷമഘട്ടത്തിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള രണ്ട് കഥാപാത്രങ്ങളുണ്ട്. കൊമ്പങ്കാട് കോയ, അതേപോലെ കുഞ്ഞാപ്പൂ. പലപ്പോഴായിട്ട് കുഞ്ഞാപ്പൂവിന്റെയും കോയന്റെ വീഡിയോകളിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവർക്കും പേര് കേട്ടാൽ മനസ്സിലാകുന്നുണ്ടാവും, നമ്മുടെ പുളിഞ്ചോട് ഉസ്മാൻ. ഇങ്ങോട്ട് നോക്ക കോയച്ച്, ഒരു ചെറുപ്പ് വേറെ മറ്റേ ചെറുപ്പ് വേറെ. ഇത്ര കണ്ണോട്ടന്മാരൊക്കെ നാട്ടിലുണ്ടോ? എനിക്കും തന്നെ ആൾക്കൂട്ടത്തിൽ കൊണ്ടുവരുന്നില്ല. എന്റെ മാതിരി കുറച്ച് ഒഴിച്ചാൽ കൊണ്ടുവച്ചൂടെ? എന്റെ ചെറുപ്പ് ഇനി ആൾക്കൂട്ടത്തിൽ കൊണ്ടുവച്ചാൽ അത് എടുത്തോണ്ടുള്ള പേടില്ലല്ലോ കോയ. പുളിഞ്ചോട് ഉസ്മാൻ എന്ന് പറയുന്ന കൊമ്പങ്കാട് കോയ വീഡിയോകളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ പുളിഞ്ചോട് ഉസ്മാന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, വാ. അപ്പോൾ ഇതാണ് നമ്മൾ അതിഥി അല്ലേ? അപ്പോൾ ഉസ്മാനെ, എങ്ങനെ പോണു റംസാനൊക്കെ? അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ പുളിഞ്ചോട് ഉസ്മാൻ എന്നുള്ള ആളെ ആ ഒരു വേഷത്തിലും ആ ഒരു ഭാഗത്തിലാണ് ജനങ്ങൾക്ക് അറിയുള്ളൂ അല്ലെ? അപ്പൊ അല്ലാതെ എന്താണ് ഉസ്മാൻ ശരിക്കും പുളിഞ്ചോട് തന്നെയാണോ? പുളിഞ്ചോടല്ല, ശരിക്കും ഉസ്മാനാണ്. അതെ അതെ. എന്താ ശരിക്കും എങ്ങനെ, എന്ത് ഉസ്മാനാണ്? അപ്പോ ശരിക്കും ഇതില് വേറെയാണ്. പിന്നെ അത് നമ്മള് കോയ കൊമ്പങ്കാട് കോയിട്ട് ഇട്ടുന്ന ഒരു കഥാപാത്രങ്ങളിലും പുളിഞ്ചോട് ഉസ്മാനായിട്ട് തന്നെയാണ് വരവ് അല്ലേ? ഇപ്പോ ആളുകളൊക്കെ കാണുമ്പോ പുളിഞ്ചോട് ഉസ്മാനെ എന്ന് വിളിക്കുവോ? തീർച്ചയായിട്ടും. അങ്ങനെ വിളിക്കുമ്പോ എന്താ ഒരു നമ്മളെ മനസ്സിൽ വന്നൊരു ഫീൽ എന്താ? നമുക്ക് സന്തോഷമാണ്, നമ്മളെ കഥാപാത്രം വിജയിച്ചു എന്നുള്ളതാണല്ലോ അല്ലെ? അപ്പോ നമ്മുടെ അറഫാത്ത് മാരിയുടെ ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആളുകൾ, സ്വാഭാവികമായിട്ട് നമ്മുടെ മലബാർ ഏരിയയിലുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ആകുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുളിഞ്ചോട് ഉസ്മാനെ ശരിക്കുള്ള ഉസ്മാനാക്കിയാണ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പരിചയപ്പെടുമ്പോൾ തന്നെ ഈ ഒരു കൊമ്പങ്കാട് കോയ എന്നുള്ള അവരുടെ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതെന്ന് പറയാൻ പറ്റും? അത് ഞാന് ലാലിനായിട്ടും നമ്മള് പണ്ടേ പോലെയിട്ട് ബന്ധമുണ്ട്. ലാലെന്ന് പറയുമ്പോ നമ്മള് ലാലാക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊമ്പങ്കാട് കോയ കേട്ടോ, ഞാൻ പറയാത്ത ആൾക്കാർ കൊമ്പങ്കാട് കോയ നമ്മള് ലാല മലപ്പുറം എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മള് ലാല മലപ്പുറം ഞങ്ങളെല്ലാവരും കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 4 വർഷത്തോളം പണിയെടുത്തിരുന്നു. അതുകൊണ്ട് 2006 മുതലൊക്കെ സ്റ്റാർട്ടിങ് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു 3-4 കൊല്ലത്തെ പരിചയം ഞങ്ങൾ ഒരു കമ്പനി ഒരുമിച്ച് പണിയെടുത്തിരുന്നു. ഞാൻ ഓന്റെ ഹെൽപ്പറായി പണിയെടുത്തിരുന്നു. നമ്മളെ ബേസിലാണ്, എന്റെ ബേസിലല്ല, ഓന്റെ ഹെൽപ്പർ. അങ്ങനെ ഞങ്ങൾ പണിയെടുക്കുന്ന സമയത്തെ ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഇവിടെ വീണ്ടും കൺസ്ട്രക്ഷൻ ഫീൽഡ് തുടങ്ങി. ആ സമയത്ത് ഞാനും സെപ്പറേറ്റ് ഞാൻ ആ ഫീൽഡ് തുടങ്ങി. ഇപ്പൊ ഈ ഗൾഫിലൊക്കെ പോകുന്നതിന്റെ മുമ്പൊക്കെ ശരിക്ക് ഈ ഒരു അല്ലെങ്കിൽ അന്ന് കാലത്ത് ടിക്ടോക്കോ എങ്ങനെങ്കിലും ഈ ഒരു അഭിനയ മേഖലയിൽ കൊമ്പങ്കാട് കോയ ഉണ്ടോ അല്ലെങ്കിൽ ഉസ്മാൻ ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അന്നേ താല്പര്യമുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്കം പറഞ്ഞ അങ്ങനെ സ്കൂൾ നാടകങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? സ്കൂളിൽ ചെറിയ നമ്മള് കോൽക്കളി പരിപാടി അങ്ങനത്തെ അതിനൊക്കെ കൂടിയാണ്, കലോത്സവ പരിപാടിയൊക്കെ കൂടിയുണ്ട്. പക്ഷെ കരീമിന് പിന്നെ ബന്ധമല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്കിൽ അങ്ങനെ ഇവന്റെ ഒരു വീഡിയോ കണ്ടിയാ. അന്നേ ഭയങ്കര തള്ളലിന്റെ ആളാണ്, ആള് ഭയങ്കര രസമുള്ള ആളാണ്. അപ്പൊ ഈ തള്ളു പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകേണ്ട സമയത്ത് ഈ വീഡിയോ കണ്ടു. അതില് ലാല മലപ്പുറം എന്നൊരു അക്കൗണ്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ ചെയ്തപ്പോ ഈ ലാല മലപ്പുറം നമുക്ക് അറിയില്ലല്ലോ ആളെ. അതിൽ ഓന്റെ നമ്പറിന്റെ അടുത്ത് ഫോണുണ്ട്. ആ നമ്പർ ഞാൻ തെരഞ്ഞെടുത്ത് അങ്ങനെ വിളിച്ചു. അപ്പൊ നമുക്ക് കരീമാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ കഥാപാത്രം എത്തിക്കാണ്ട് ആൾക്ക് വിളിച്ചു ചോദിച്ചു, ലാല ഞാൻ ഇങ്ങനെ ടിക്ടോക്കിൽ കരീമേ എടാ ഇങ്ങനെ എൻ്റെ ഒരു വീഡിയോ കണ്ടു, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടെടുത്തു. ഇത് ജന്നെയാണോ? ഞാൻ സംശയം വേണ്ടി തീർക്കാൻ വേണ്ടിയാണ്. അതിനെ പറയും ഞാനാണ് ലാല മലപ്പുറമാണെന്നുള്ള ഇതാണ്, ടിക്ടോക്കിലാണ്. ഇപ്പം പറഞ്ഞാ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടല്ലോടാ. അപ്പൊ എന്താ പിന്നെ ഇതൊക്കെ ഇന്ന കുറ്റം പറഞ്ഞ് നടന്നതിന്റെ ആള് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇന്ത്യ പേരൊക്കെ എത്തിയാണ് സെറ്റപ്പ് ആയിക്കൂടല്ലോ. അതിനെ പറയാം ഇങ്ങനെയാണെങ്കിൽ ഞാനും ഡൗട്ട് ഞാൻ വീഡിയോ വിളിച്ചായിരുന്നു. അതിൽ ഓൻ വിചാരിച്ച തമാസായിട്ട് പറയാണ്. അങ്ങനെ ഒരു ദിവസം വിളിച്ചു, അങ്ങനെ ഫാറൂഖിന്റെ അടുത്ത് പോകേണ്ടിട്ടുണ്ട് ചോദിച്ചു. ആയിക്കോട്ടെ ഞാൻ പോരാറ്, നമുക്ക് കമ്പല്ലേ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഓന്റെ കൂടെ ഫാറൂഖ് മുനീറും ഓരോ ഒപ്പം നമ്മൾ പോയി. അവിടെ അങ്ങനെ എന്റെ കൂടെ ഇങ്ങനെ ഞങ്ങള് ഏകദേശം അവിടെ ഒരു 1.5 കൊല്ലം പോലെ നമ്മൾ ഇങ്ങനെ വീഡിയോന്റെ പിന്നാലെ ഇങ്ങനെ പോകും. പിന്നെ ഓലപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി. അതൊക്കെ നമ്മള് ലാല കാരണമാണ് നമുക്ക് അതിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താട്ടി
ഏകദേശം നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ റെഡി ആയി വരുന്നത് കണ്ടേക്കണേ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തന്നെ ചെക്കന്മാരൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ ലാലിന്റെ വീഡിയോയില് യൂട്യൂബിൽ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോയി. അന്ന് ആ സമയത്ത് ഈ പേരൊന്നല്ലായിരുന്നു, അന്ന് യൂസഫ് യൂസഫാക്കാളുടെ പേരൊക്കെ. പക്ഷെ ഈ റീൽസ് വന്നതിന് ശേഷം കൊമ്പങ്ങാട് അതില് വന്നപ്പോഴാണ് പിന്നെ പുളിഞ്ഞോട് ഉസ്മാൻ പറയാത്ത ആ പേര് രസമില്ലല്ലോ. അതിലും പറഞ്ഞു അതെനിക്ക് തോന്നണം ഇനി അറിയപ്പെടാൻ പോകണ്ട അതേ പുളിഞ്ഞോട് ഉസ്മാൻ ആയിക്കോട്ടെ ഇറക്കാട്ട് വെറൈറ്റി പേരായിക്കോട്ടെ അങ്ങനെ കൊടുത്തു. അങ്ങനെ 2-3 റീൽസ് എടുത്ത് തുടങ്ങിയപ്പോ കുട്ടികൾക്ക് മുമ്പേ ഇപ്പോ മലബാർ ചങ്സ് ബാവ വീഡിയോകൾ, ബാവ ഉസ്താദിന്റെ വീഡിയോകൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ ആ വീഡിയോകളിൽ ഒരുപാട് ഉസ്മാനെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിലായിരുന്നോ ശരിക്ക് ഒരു തുടക്കം എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് ആണോ? അല്ല, ബാവാന്റെ ഒപ്പം നിന്നുണ്ട്. അതും നമ്മൾ ലാലിനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് ബാവാനെ പരിചയപ്പെട്ടത്. ലാലിന്റെ കയറപ്പിലാണ് പിന്നെ ബാവാനെ പരിചയപ്പെട്ടത്. ബാവാന്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതേമാതിരി തന്നെ നമ്മളെ ഈ വേഷം കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ട് ബാവ സെപ്പറേറ്റിനെ വിളിച്ചിട്ടൊക്കെ നമ്മള് ഇതിനു മുമ്പ് പരിചയപ്പെട്ടവരാണ്, കണ്ടവരൊക്കെയാണ് അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ എന്നെ കാണിച്ച കുറച്ച് പിക്ചറുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് സിനിമയില് പല രംഗങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോയ ഒരുപാട് പോലീസ് വേഷങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സിനിമ എന്നുള്ള ഒരു താല്പര്യ മേഖലയാണോ? താല്പര്യമുണ്ട്. പക്ഷെ നമ്മള് ഫാമിലി പരമായിട്ട് ആൾക്കാർക്ക് പൊതുവെ നമുക്ക് താല്പര്യം ഇഷ്ടമല്ല. പക്ഷെ അന്ന് ഇതിന് കൊറോണയുടെ സമയത്ത് ഇങ്ങനെ 1-2 മാസം ജസ്റ്റ് അതിന്റെ പിന്നാലെ അങ്ങനെ കാണാനും വേണ്ടി അതൊക്കെ അറിയാൻ രീതിയിൽ പോയതാണ്. അല്ലാതെ അത് കണ്ടിന്യൂ ആയിട്ട് പോകണമെന്നുള്ള ഇതിലല്ല, താല്പര്യത്തിന്റെ ചെറിയ വേഷങ്ങൾ. പക്ഷെ അന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മള് കോയന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നമ്മള് 4 ആൾ അറിഞ്ഞു തുടങ്ങിയത്. അതിന് കുഞ്ഞാപ്പൂനും കോയക്കൊക്കെ പ്രത്യേകം നന്ദി പറയണം. അത് ഒരിക്കലും പറഞ്ഞാൽ തീരും. കാരണം അത്രയും നമുക്ക് സഹായങ്ങളായിട്ടും എല്ലാ സെറ്റപ്പ് നമ്മൾ ചങ്ങാമാരെന്നുള്ള ഒരു ഇത് മാത്രമല്ല, നമുക്ക് എല്ലാം കൊണ്ട് വളരെ ഉപകാരമുള്ള ആൾക്കാരാണ്. നമ്മളെ എങ്ങനെ ഒരു പോലെ അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോ യഥാർത്ഥത്തില് വീഡിയോകളിൽ പലപ്പോഴും പുളിച്ചോട് ഉസ്മാനും കൊമ്പങ്ങാട് കോയും 2 ചേരിയിലായിരിക്കും ഉണ്ടാവുക. എന്നാലും ലൈഫിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. എന്നിട്ട് പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ എന്തൊക്കെ? ഫാമിലി ആരൊക്കെ? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ, വൈഫ്, 3 കുട്ടികള്. 3 കുട്ടികള്. വീട്ടില് വലിയ കുട്ടി എന്താണ് പഠിച്ചാണ്? 2 ആള് പഠിച്ചാണ്. ആണല്ലേ? ഈ വീഡിയോകളൊക്കെ കാണുമ്പോ കുട്ടികളെ ഇപ്പൊ സ്വാഭാവികമായിട്ടും കൊമ്പങ്ങാട് കോയാന്ന് പറയുമ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാലോ, ഈ ഫോൺ എടുത്തു കഴിഞ്ഞാല് മെയിനൊരു ആവശ്യം കൊമ്പങ്ങാട് കോയ കാണാനാണ് അല്ലെ? ആ സമയത്ത് ഇത് ഇപ്പൊ നിങ്ങളെ കുട്ടികൾ കാണുമ്പോൾ, ഇപ്പൊ ലാലിന്റെ കുട്ടികളാവട്ടെ, ഇപ്പൊ പുളിഞ്ചോട് ഉസ്മാന്റെ കുട്ടികളാകട്ടെ, പുളിഞ്ചോട് ഉസ്മാനല്ല നമ്മളെ ഉസ്മാൻ കുട്ടികളാകട്ടെ, ഇത് കാണുമ്പോൾ ഓരോ ഉപ്പച്ചിയാണ്, അതായത് കേരളം മുഴുവൻ ഒന്നടങ്കം ചിരിക്കണ കാരണമായിട്ടുള്ള ആ ഒരു വിഷ്വലിൽ ഓളപ്പച്ചിനെ കാണുമ്പോ ഓളൊരു എക്സ്പ്രഷൻ എങ്ങനെയാണ്? അത് രസമുണ്ട്. എന്റെ പേരിൽ എന്റെ കുട്ടികളെ വരെ ചിലപ്പോ മാറി സത്യം, ഇത് വെറുതെ പറയല്ല, സത്യം പറഞ്ഞത്. പുളിയോട് ഉസ്മാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ചെറുക്കന്മാര്. വൈഫ് വിളിക്കോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. വൈഫിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെ കാണലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഫാമിലിന്നൊക്കെ സപ്പോർട്ടാണ്, ഭയങ്കര രസകരമായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഈ ഒരു അഭിനയ രംഗത്ത് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? താല്പര്യങ്ങൾ ഇടയിൽ കൂടി നമ്മള് ജോലി കഴിഞ്ഞിട്ടിന്റെ ശേഷമാണ് ഇതിനിങ്ങനെ പിന്നാലെ പോകുന്നുള്ളൂ. അതിന് അങ്ങനെ പ്രത്യേകിച്ച് പിന്നാലെ പോകണില്ല. സമയത്ത് ഇങ്ങനെ അങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും മറ്റുള്ള ആളുകളൊക്കെ ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ തിരിച്ചറിയുന്നവരാണോ? തിരിച്ചറിയുന്നതല്ലേ ഉസ്മാന്, പുളിഞ്ചോട് ഉസ്മാൻ എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ പോയി, ബസ്സിലെ നോമ്പുതറായിരുന്നു വീഡിയോ. അപ്പോൾ അതെടുക്കാൻ പോയ സമയത്ത് തന്നെ എന്നും വീഡിയോ ഉണ്ട്, നാളെ ഒരു വീഡിയോ എടുക്കാൻ പോകാണ്ട് ആരാ പുളിഞ്ചോട് ഉസ്മാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളറിഞ്ഞു, വാ നമ്മളെ കൊമ്പങ്ങാട് പോയതിന്റെ അപ്പോൾ ലിങ്ക് അയച്ചു. അപ്പോൾ എന്താ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ആവശ്യമാണ്. കാരണം എന്താണ് പുളിഞ്ചോട് ഉസ്മാന്, ആരാണ് പുളിഞ്ചോട് ഉസ്മാന് എന്നുള്ളത് ആർക്കും അറിയില്ല. കൊമ്പങ്ങാട് കോയ, അതേപോലെ നമ്മുടെ കുഞ്ഞാപ്പൊക്കെ പല വേദികളിലും വന്നിട്ടും നിങ്ങളുടെ നാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവും, സുപരിചിതമാണ്. അപ്പോൾ ഉസ്മാൻ എന്ന് കാണിക്കുക എന്നുള്ളത് ഒരുപാട് കഥാപാത്രങ്ങൾ ലാലന്റെ വീഡിയോകളിൽ വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഉടനീള കഥാപാത്രം എന്ന് പറയാനാണെങ്കിൽ പല വീഡിയോകളിലായിട്ട് ഒരേ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രം അത് പുളിഞ്ചോട് ഉസ്മാനാണ് അല്ലെ? പിന്നെ വേറെന്തൊക്കെയാണ്? ഇതില് വേറെ സംഭവം പറയാന്ന് വെച്ചാല് ഇത് ലൈവായിട്ട് ചെയ്യണ സ്കിറ്റ് ആട്ടോ. അതും പറഞ്ഞുതരാം. മുന്നേ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാക്കി ഒരിക്കലും ഇല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു കടന്റെ ആടിന് പോവുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് അവിടുത്തെ സിറ്റുവേഷനും ഇവർക്ക് എന്താ വേണ്ട വെച്ചാൽ ആ രൂപത്തിൽ നിന്നിട്ട് അവിടെ നിന്ന് അപ്പൊ പൊടിച്ച് ചർച്ച ചെയ്യും. അപ്പോ ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഉസ്മാനെ, ഇപ്പൊ പല വീഡിയോകളിലും നമ്മളെ ലാൽ തന്നെ ചിലപ്പോ കൊമ്പങ്ങാട് കോയാവും, ചിലപ്പോ ബോംബെ ഹംസ ആവാറുണ്ട്,
പിന്നെ കോയ. പിന്നെ കോയ ആവാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പലത്. ഇപ്പൊ കുഞ്ഞാപ്പ് ആണെങ്കിലും കുഞ്ഞാപ്പ് ആവാറുണ്ട്. നമ്മളെ വല്യമ്മ ആയിട്ട് ഒരു റോള് വരാറുണ്ട്. തുത്തുമ്മ. പിന്നെ പുതുനാരി ആയിക്കാണ് അങ്ങനെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പല വേഷങ്ങളിലാണ് വരിക. നമ്മളെ സുണകൻ. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ അവിടെ പോയിട്ടാണോ നിശ്ചയിക്കണത്? ആണ്. അപ്പൊ അതിനുള്ള കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും ഓൾറെഡി? അത് ഓൾറെഡി വണ്ടി നമ്മൾ മൊത്തം ബാക്കപ്പ് ഉണ്ടാവും. എന്താണോ അവിടെ ഉണ്ടാക്കുന്ന കഥ അതിലേക്ക് കഥാപാത്രം അവിടുന്ന് ഡ്രസ് ചെയ്യും. ചില ആൾക്കാർ പറയും കോയം കുഞ്ഞാപ്പം മതി, ചില ആൾക്കാർ പറയും ബോംബാംശായിക്കോട്ടെ, അല്ലെങ്കിൽ തവളി നീർക്കോലായിക്കോട്ടെ. അവർക്കൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ നമ്മള് ഒരു 1-2 നമ്മളെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തവളി നീർക്കോല. അത് ഭയങ്കര രസമാണ്. പിന്നെ കുഞ്ഞാപ്പം ആണെങ്കിലും ഏത് വേഷമാണെങ്കിലും സുണകനാണെങ്കിലും തുത്തുമ്മയാണെങ്കിലും അതൊക്കെ ഓന്റെ കയ്യിൽ നിന്ന് എടുത്തുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ഈ ലൈവ് ലൊക്കേഷൻ ചെന്നാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇവര് ചെയ്യണത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ചെയ്യണത് എന്താണ്, ഓരോ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. നമ്മളിപ്പോഴും അഭിനയപാഠം പഠിച്ചിട്ടില്ല. കാരണം ഓരിപ്പോഴും ഒരു എന്താ പറയാ അറിവിന്റെ നിറകളെന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ട ആൾക്കാർ രണ്ടാളും. ഒരാള് ഒരു ചോദ്യം പറയുമ്പോ അതിനപ്പം സ്പോട്ടിൽ ഉത്തരം മറുപടി പറയും. അങ്ങനെയാണ് ഇതെല്ലാം. ഒരിക്കലും മുൻകൂട്ടി ചെയ്യണമല്ല. അവിടെ നിന്നാണ് ഓൾറെഡി അങ്ങനെ സെറ്റായിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ പിന്നെ അത് മാത്രല്ല, നമുക്ക് സ്കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മളെ കയ്യിൽ നിന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞാലോ ചോദിച്ചു. അപ്പൊ പറയും കോയ ആയിക്കോട്ടെ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയത്തിന്റെ തോന്നൂല, അങ്ങനെയാണ് പോകും. അപ്പോ ഇനി നമ്മളെ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയണ്ടോ? അധികമായിട്ട് എന്തെങ്കിലും ഇനി പറയാണെന്ന് വെച്ചാൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തത് ഇനി ഇവിടുന്ന് അതേപോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതൊരു ഒഴുക്കാണ്. സപ്പോർട്ടിങ് ഉണ്ട് കേരളത്തിൽ മൊത്തത്തിലല്ലേ? അത് തുടരുക അല്ലേ? അതെ. അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഒക്കെ ഇന്നെ കൊണ്ടുവന്നേ പറയില്ല, നമ്മൾ കോയാണ് പിന്നെ കുഞ്ഞാപ്പ. അപ്പൊ അവരോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ. അപ്പൊ ഇതാണ് പുളിഞ്ചോട് ഉസ്മാന്. നിങ്ങളെ സ്ക്രീനിൽ മാത്രം കാണുന്ന, ഒരു നീളം കുപ്പായത്തിലൊക്കെ കാണുന്ന, അങ്ങനെ മാത്രമല്ല ഈ കോലത്തിൽ വരുന്ന വീഡിയോകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കൂടുതൽ നമ്മുടെ മനസ്സിൽ എന്താണ്, പുളിഞ്ചോട് ഉസ്മാനാണ് അല്ലെ? ആ നീളം ജുബ്ബൊക്കെ ഇട്ടിട്ട് അല്ലെ, ആ ഒരു നരച്ച താടിയൊക്കെ വെച്ചിട്ട് ആ ആളെ പുളിഞ്ചോട് മാറ്റി കുട്ടപ്പൻ ഉസ്മാനായിട്ട് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. എന്തായാലും കൂടുതലായിട്ട് ഇനിയും ഒരുപാട് വീഡിയോകളൊക്കെ വീഡിയോകളിലൂടെ ഒക്കെ ഉസ്മാൻ നിങ്ങളെ മുമ്പിലെത്തും. മാക്സിമം കട്ടക്ക് സപ്പോർട്ട് ചെയ്യല്ലേ? അപ്പോ എല്ലാവരും നോമ്പൊക്കെയാണ്, ഉഷാറായിട്ടിരിക്കട്ടെ. നല്ല രീതിയിൽ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ? അപ്പോൾ നല്ല ദിവസങ്ങൾ മുന്നോട്ട് വരാനുള്ളത്, നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഒരുമിച്ചായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ.